എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കാം. പെണ്ണുമ്പളെ നിങ്ങൾക്ക് എന്തോന്നിന്റെ സൂക്ക്? എന്നെ വിളിച്ച് പറമ്പിൽ കൊണ്ടു നീ കൊതുകൂടി കുളിക്കേണ്ട വല്ല കാര്യമുണ്ട്? എടാ ഇന്നലത്തെ കാറ്റും മഴയും കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഒരു 5-8 തേങ്ങ വീണിട്ടുണ്ടാവും. ഇത് ഒരെണ്ണ കിട്ടിയത്. പിന്നെ പറച്ചില് കേട്ടാ തോന്നുന്നു തെങ്ങിന്റെ വണ്ട കൊലകുത്തി അങ്ങ് തേങ്ങ കിടക്കുവാന്ന്. ആ 2 ഉണങ്ങി ചുക്കി ചുളിഞ്ഞ തേങ്ങ അതിൽ ഒരെണ്ണം താഴെ വീണ് കയ്യിരിക്കുന്നു. കണ്ടോടാ ഇതിനകത്ത് ഒരെണ്ണം നിപ്പുണ്ടായടാ. എന്റെ പൊന്ന് തേങ്ങ അതും കൂടി വീഴായിരുന്നില്ല ആ കാറ്റത്ത്. ഇതിപ്പോ എന്താന്ന് വെച്ചാ ഈ ഒരു തേങ്ങ കൊണ്ടുപോയാ ഒരു പലഹാരം ഉണ്ടാക്കി ഒരു കറിയും വെച്ച് കഴിയുമ്പോ അതങ്ങ് തീരും. ഇതും കൂടി വീണായിരുന്നെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള അതിനൊന്ന് കുലുക്കിയിടറാ. കുലുക്കണ്ട, നൈസായിട്ട് അങ്ങ് കേറി നടത്തും. ഞാനാ ഞാൻ കയറാനോ? നീ ഇപ്പൊ പറഞ്ഞത് എന്നെ കളിയാക്കിക്കൊണ്ടാന്ന് എനിക്കറിയാം. തോന്നി. പക്ഷെ കളിയാക്കണ്ട. ഇതിലും വലിയ മരത്തിൽ തങ്ങ ഓടി ഓടി കേറിയിട്ടുണ്ട്. അതറിയോ? എങ്ങനെ? ഓടി ഓടി കേറിയിട്ടുണ്ട്. തെങ്ങയില് മാത്രമല്ല തെങ്ങയിലും മാവേലും പ്ലാത്തേലും എല്ലാത്തിലും കേറിയിട്ടുണ്ട്. സുഹൃത്തെ, പറഞ്ഞ വിശ്വസിക്കാനും കേൾക്കാനും രസമുള്ള നോണകൾ പറയാം. ചുമ്മാ ഒന്നല്ല പറഞ്ഞത്. പണ്ട് അമ്മയുടെ അവിടെ തേങ്ങ തീർന്നു കഴിയുമ്പോൾ അമ്മ പറയും, മക്കളെ ഒരു തേങ്ങ ഇട്ടുണ്ട് വന്നേടി എന്ന് പറയുമ്പോഴത്തേനും ഞാൻ ഓടിപ്പോയി ഒരു തേങ്ങ കയറി ഒരു തേങ്ങ അങ്ങോട്ട് ഇടും. അതുപോലെ തന്നെ ചക്ക തിന്നാന്ന് തോന്നുമ്പോ ചക്ക, മാങ്ങയുടെ കാലാവുമ്പോ മാങ്ങ. ഞങ്ങളുടെ ഒന്നും അവിടെ മറ്റേ തെങ്ങ് കയറാൻ ആളും വരാറില്ല, ചക്ക ഇടാനും ആള് വരാറില്ല. ഞാൻ തന്നെ കയറിക്കൊണ്ടിരുന്നു. ഒരു പരിപാടിയില്ല, എല്ലാം നിങ്ങൾ തന്നെ ആയിരുന്നേ. ഇപ്പൊ നീ ചെന്ന് ചോദിച്ചേക്ക്. ഇപ്പൊ അവനോട് ഒരു 2 ചോട് കയറാൻ പറഞ്ഞേ ന്ന് കാണിക്കും. പണ്ടും അതെ. ഒരു എന്താണ് പ്ലാവിൽ കയറണ്ട, ഒരു വേപ്പലത്തണ്ട് ഒടിക്കാനായിട്ട് ആ മരം ഒന്ന് വളയ്ക്കാൻ പറഞ്ഞാൽ അവന് വയ്യാത്തവനാ. പണ്ട് ഞങ്ങൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ വഴി സൈഡിൽ മാവൊക്കെ ഉണ്ടാവുമല്ലോ, ഇഷ്ടംപോലെ നല്ല തേൻ മാങ്ങ ഉണ്ടാവൂടാ. ഇവനോട് കൊതിക്ക് പറഞ്ഞാലും ഇവനൊക്കില്ല. ഞാൻ അവസാനം കയറി പറിച്ച് എല്ലാം ഇടും. അവൻ അവസാനം എല്ലാം വാരി കൂട്ടും. ഉറാശത്തെ പോലെ എൻ്റെ പൊന്നേ ഇത് മറക്കൂല. ഉറാശത്തെ പോലെ മാങ്ങ പറിച്ച് ഇങ്ങനെ പറന്ന് പറിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഞാൻ. മാവിൻ്റെ ഒറ്റക്കൊമ്പയിലിരിക്കണേന്ന് ഓർക്കണം. ഒറ്റക്കൊമ്പയിൽ എത്തി പറിച്ചുകൊണ്ടിരുന്നപ്പോഴല്ലോ മാങ്ങയുടെ ചോന കണ്ണിലോട്ട് തെറിക്കലിൻ്റെ പൊന്നേ. പക്ഷെ ഒരു കയ്യിൽ മാങ്ങ ഒരു കയ്യിൽ ചോന. വിട്ടില്ല, മാങ്ങ വിട്ടില്ല ഞാൻ. ഞാനൊരു പെടാപ്പാട് പെട്ട് ഇറങ്ങി. അച്ഛൻ പേടിച്ചു പോയി. അച്ഛൻ പറഞ്ഞു, എൻ്റെ മക്കളെ അപകടം വരും എന്ന് പറഞ്ഞു. ഞാനിട്ട് കയറിപ്പോയപ്പോൾ അച്ഛൻ അമ്മേനോട് പറയാം കേട്ടോ, എടി നമുക്ക് ഒരാണും ഒരു പെണ്ണുമല്ല, നമുക്ക് 2 ആമ്പിള്ളേരാണ്. അതിനകത്ത് മൂത്തവനാളത്ര പോരാ. പക്ഷെ ഇവളുണ്ടല്ലോ, ഇവളാണ് പുലിക്കുട്ടി. അവള് പഠിക്കുകയും ചെയ്യും, നല്ല ശരീരഘടനയും അങ്ങനെ എല്ലാ കഴിവും തികഞ്ഞൊരു മോളെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമ്മളുടെ ഭാവി ഒന്നും പേടിക്കണ്ടടി എന്ന് പറഞ്ഞിട്ട് അച്ഛനങ്ങ് അഭിമാനിനെ ഒളിച്ചു നിന്ന് കേട്ടിട്ടുണ്ട്. ആ എന്നെയാണ് നീ പറഞ്ഞത് തെങ്ങേ കയറാൻ പറഞ്ഞ് കളിയാക്കിയത് കേട്ടോ. മനസ്സിലാക്കാൻ ഞാൻ പാടുവിട്ടു. ക്ഷമിക്കണം ദേവതേ. എന്താ വെള്ളം ചായ വേണ്ടാത്തത്? ചായ ആദ്യം വെള്ളം കുടിക്കും, പിന്നെ ചായ മതി. ഇതെന്താ കരിവാളിച്ചിരിക്കുന്നല്ല? സ്റ്റേഷനിലല്ലായിരുന്നു ഡ്യൂട്ടി? വെയിലത്ത്? അയ്യോ, സ്റ്റേഷനിൽ തന്നെ ഇന്ന് ഭയങ്കര സംഭവങ്ങളുണ്ടായി. ഒന്നല്ല, എല്ലാ ദിവസവും ഓരോരോ സംഭവങ്ങളാണ്. ഇന്ന് ഒരു ഫോൺ വന്നു. ഫോൺ വെച്ചാൽ ഒരു അടഞ്ഞിടന്ന വീട്ടിൽ കള്ളം കയറി. കള്ളം കയറി വെച്ചാൽ അവര് 2 പയ്യന്മാര് ബൈക്കിലാണ്, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആളറിഞ്ഞുണ്ട്. ഇവിടെ നിന്ന് ഒരു സെക്യൂരിറ്റിക്കാരനെ വിളിച്ച് പറഞ്ഞത്. അപ്പുറത്തെ ഇത് ബാങ്കിൻ്റെ അങ്ങോട്ട് ഇപ്പുറത്തുള്ള ഒരു വീട്ടിലാണ്. അവിടെ സെക്യൂരിറ്റിക്കാരൻ കണ്ടാണ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അവൻ എവിടെയാണെന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ 4 സൈഡിലൊക്കെ ആളെ വിട്ട് ഓരോ കാര്യങ്ങൾ നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത കോൾ വരുന്നു. അടുത്ത വീട്ടിൽ നിന്നും കള്ളം കയറി. ഇതേ ലക്ഷണങ്ങളുള്ള പയ്യന്മാർ, ബൈക്ക്, ഹെൽമെറ്റ്, ഇതുള്ള ഇതേ രൂപദാസം. ഇപ്പൊ വീടിൽ അടച്ച് ആളുകൾ വെച്ചിട്ട് അങ്ങ് പോകുമല്ലോ. ഇവരൊക്കെ പുറത്തൊക്കെ ഉള്ളവരല്ലേ, പ്രവാസികളൊക്കെയാണ്. ഓരോരോ വീടുകൾ വെച്ചിട്ട് അവര് പോവും. ഒന്നും അറിഞ്ഞൂടാ. ഇനിയിപ്പോ അതിന്റെ ഓരോ അന്വേഷണമായിട്ട് പോണം നമുക്ക്. ഇനി അതിന്റെ കാര്യങ്ങള് സ്വർണ്ണം അതൊന്നും വെക്കായിരുന്നാ കുഴപ്പമില്ലായിരുന്നു. പൊക്കുമില്ല സാർ. ആണോ? ഞാൻ വരാം സാർ, ഞാൻ വരാം. ശരി സാർ, ശരി. ഓക്കെ. അമ്മ റൂട്ട് കിട്ടി. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഇപ്പഴാ? എന്തേലും കഴിച്ചിട്ട് പോവാം. ഒന്നും വേണ്ടി, ഞാൻ പോട്ടെ. എപ്പോഴായിരിക്കും? പാതിരാത്രി ആയിരിക്കും കയറി വരുന്നത്. കുഴപ്പമില്ലെന്ന്, ഞാൻ അവിടെ നിന്ന് കഴിച്ചോളാം. എവിടുന്ന് കഴിച്ചോളാന്ന്? ഞാൻ അവിടെ നിന്ന് കഴിച്ചോളാം. വെറുതെ പറയല്ലേ ഏട്ടാ. കളനെ പിടിക്കാൻ നടക്കുന്ന നേരത്ത് നിങ്ങൾ എവിടുന്ന് കഴിക്കാനാണ്?
ഗ്ലാസ് ചായെങ്കിലും കുടിച്ചിട്ട് പോവാ. ഒന്നും വേണ്ട. പെട്ടെന്ന് ഇടാട്ടാ. ഓ വേണ്ടേ, നീ കഴിച്ചിട്ട് അമ്മയെ കൂടെ കൊടുത്തിട്ട് ചോറ് നിട്ട് പോവാൻ വലിയ സമയം വേണം ഏട്ടാ. എടി സമയമില്ലാത്തോണ്ട് സാറ് വിളിച്ച് അത്യാവശ്യം പോണ്ടേ. ഇതെന്താ അമ്മ ഇരുട്ടത്തിരിക്കുന്ന? അയ്യോ, ഞാൻ ഇരുട്ടത്ത് വന്ന് ഇരുന്നതല്ല, ഞാൻ വന്നതിന് ശേഷം ഇരുട്ടായത്. എന്ത്? എടി, ഞാനിവിടെ വന്ന് ഇരുന്നതിന് ശേഷം ഇരുട്ടായെന്ന് അതെങ്ങനെ അമ്മ മനസ്സിലായില്ലേ പറഞ്ഞത്? എടാ, ഞാനിവിടെ വന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതങ്ങ് അണഞ്ഞു പോയി. ഓ, ബൾബ് ഫ്യൂസ്. ഫ്യൂസായടേ. ഇത് പഴയതല്ലേ ഏട്ടാ, അതാ. നമ്മ അകത്ത് കയറിയിരിക്കുവാ. പിന്നെ മഴക്കാലമല്ലേ, വല്ല എഴുതെന്തെങ്കിലും കയറി കടിച്ചാൽ നമ്മൾ അറിയൂല. പിന്നെ ഒരു ഇഴഞ്ഞെന്തുക്കളി എന്നെ കടിക്കത്തില്ല, ഇതുവരെ എന്നെ കടിച്ചിട്ടും ഇല്ല. അമ്മ എന്തോ ലക്ഷണം വരെ വരച്ചിട്ടിരിക്കുകയാണ്. എടാ, അതൊക്കെ ഇരിക്കട്ടെ, നീ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ, ഇപ്പൊ ഉടനെ എങ്ങോട്ട് പോണ്? സാറ് അത്യാവശ്യം വിളിച്ച ഒരു ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ടല്ലേ. എന്നാ പിന്നെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാ പോരായിരുന്നു, അവിടെ കിടന്നാ മതിയായിരുന്നല്ലോ. അത്യാവശ്യമായിട്ട് പോണോ അമ്മേതാ? ഇറങ്ങണേ, ഒരു ബൾബ് വാങ്ങിച്ചോണ്ട് വരണേ വരുമ്പോ. എടി, കള്ളനെ പിടിക്കാൻ പോണ, ഞാൻ ഇനി ബൾബ് അടിക്കാൻ പോണു. നീ റൊണാൾഡോനെ വിളിച്ച് പറ. ഒരു കഷ്ടം ഇതാട്ടെ, ഇങ്ങനെ ഊണും ഉറക്കം ഇല്ലാതെ ജോലി ചെയ്താലേ അത് ശരീരത്തിന് കേടാണെന്ന് അത് പറഞ്ഞു. അമ്മ തന്നെ അങ്ങ് പറഞ്ഞു കൊടുത്തത്. വാ വാ, അകത്ത് പോയിരിക്കും, ഇരുട്ടത്തിരിക്കണ്ട. വാ. എന്റെ അമ്മേ, കസേരയിലെങ്ങാനും ഇരുന്നാ പോരായിരുന്നാ? അല്ലടി, അയ്യോ എന്റെ മോന്താവേ. നല്ല തണുപ്പുണ്ട്, ചാരി ഇരുന്നാ ഉറങ്ങാം. ഇവിടെ ഇരുന്നല്ലേ ഇരുട്ടത്തിൽ ഉറങ്ങാന്ന് വിചാരിച്ചിട്ടാണ് അതിലോട്ടൊന്ന് ചാരിയത്, അത് അനർത്ഥമായി തീർന്നു. എനിക്കാ വയ്യ. എന്താ ലീറ്റാ? നോക്കട്ടെ, ഒരു മിനിറ്റ്. ഉണ്ട്. പിന്നെ 100 കൂട്ടം പണിയുടെ ഞാനിപ്പോ കണ്ണട നിങ്ങളുടെ വഴി കൊണ്ടു തരാൻ. വേണമെങ്കിൽ ഇങ്ങോട്ട് വാ. അവനവന്റെ മുഖത്ത് വെക്കണ സാധനമല്ലേ ക്ലീറ്റോ, ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ണ് കാണാൻ പറ്റൂലല്ലോ. എന്നിട്ട് നിങ്ങൾ ഇതെങ്ങനെ മറന്നുകൊണ്ട്? പിന്നെ ഒന്ന് പൊയ്ക്ക ക്ലീറ്റോ, എനിക്ക് സമയമില്ല, ഞാൻ കറി വെക്കാൻ പോവാ. വാടി ക്ലീറ്റോന് ഇങ്ങോട്ട് വരാൻ പാടില്ലേ? പിന്നെ ഞാൻ ഈ നൈറ്റ് ഇട്ടുണ്ട്, ഇനി റോട്ടിൽ കൂടി നടന്നു വാ. ക്ലീറ്റോ, ഞാനേ പെൺപുലി എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കണ ആളാ. എനിക്ക് കുറച്ച് നാണക്കേടുണ്ട്. നിങ്ങളോട് ഈ പറമ്പിലോട്ട് പോയിട്ട് ഒരു തേങ്ങ എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നാണക്കേടാണല്ലോ. അപ്പൊ എനിക്ക് നാണക്കേടുണ്ടാവാൻ പാടില്ലേ? ഇല്ല, എനിക്ക് പറ്റൂല. പോ. എന്താന്നേ? ശരി. കണ്ണ് കാണാനില്ലെങ്കിൽ കാണണ്ട. കണ്ണട എടുക്കാൻ മറന്നു പോയേക്കണ്ടി. ഫസ്റ്റ് ആകെ കയ്യിലുള്ളത് ആ സാധനം മാത്രം, എന്നിട്ട് അതും മറന്നുപോയി. അതാ പറഞ്ഞ എനിക്ക് കണ്ണു കാണാൻ പറ്റില്ലാന്ന്. വന്ന് മേടിക്കട്ടെ. ഇതിപ്പോ എങ്ങോട്ട് കൊണ്ട് കൊടുക്കാനാ പറഞ്ഞത്? വഴിയിലോട്ട് കൊണ്ട് കൊടുക്കാനാ. അങ്ങോട്ടൊന്നും കൊണ്ട് കൊടുത്തോടെ? പിന്നെ ഞാൻ ഈ നൈറ്റ് ഇട്ടുണ്ട് പോവല്ലേ. ഇതെന്തൊന്നും ഉണ്ടാക്കിയില്ലേ? അരിപ്പൊടി ഉണ്ടായി, ഞാൻ കോഴിക്കോട്ടെ ഉണ്ടാക്കി. നീ എന്തുണ്ടാക്കി? ചപ്പാത്തി. ഞാനും അമ്മയും കഴിച്ചു, ചേട്ടനുള്ളതോടെ വെച്ചിട്ടുണ്ട്. 2 അധികം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൂടിപ്പോകും. എനിക്ക് ചോദിച്ചില്ലല്ലോ. ചോദിക്കണോ ഇതൊക്കെ? അധികം ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ തന്നെ തിന്ന് തീർക്കണം. ഇതിപ്പോ ഏട്ടനുള്ളത് ഇരിപ്പുണ്ട്, വേണം. അവൻ എഴുന്നേറ്റില്ല ഇതുവരെ. നേരം എന്തോരായി? ഇനി വന്നിട്ട് വേണ്ട എഴുന്നേക്കാൻ. ഇന്നലെ രാത്രി വന്നില്ലേ? വന്ന് അപ്പൊ തന്നെ പോയി. എവിടെയെങ്ങാണ്ട് ആളൊഴിഞ്ഞൊരു വീട്ടില് കള്ളം കയറിയെന്ന്. ആ വീട്ടിൽ തന്നെ അല്ല, അവിടെ നിന്ന് 2-3 വീട്ടിൽ അടുപ്പിച്ച് കയറി. അപ്പൊ ആ കയറിയ ഓമാരെ പറ്റിയിട്ട് എന്തോ വിവരം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആ പുരുഷോത്തമൻ സാറ് വിളിച്ച് അപ്പൊ തന്നെ പോയി. ഒരു ഗ്ലാസ് ചായ പോലും കുടിച്ചില്ല, വന്ന് കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിനാ ചേച്ചി? സാമ്പാർ വെക്കാൻ വേറെ കഷ്ണമൊന്നുമില്ല, 2 ഉള്ളിയും കൂടി ഇട്ട് വെക്കാം. ഉള്ളി സാമ്പാർ പോലെ. ഓമാരെ എങ്ങനെ കൈ കിട്ടും, നല്ല ഇട്ടി കൊടുക്കണം അല്ലേ ചേച്ചി? നല്ല ഇട്ടി വെച്ച് കൊടുക്കണം. പണി ഇടിയിറച്ചിയാ? കള്ളന്മാര് ഇടിക്കണ കാര്യം പറഞ്ഞത്. അതിനാ ഇടിയിറച്ചി. ചേച്ചനതല്ലേ ഉള്ളു ചിന്ത, വേറെ വല്ല ചിന്തയുണ്ടോ? അതല്ലേ പറഞ്ഞത്, കള്ളന്മാരെ പിടിക്കാൻ. കള്ളന്മാരെ പിടിക്കാനോ? മറ്റല്ല, അവന്റെ വാട്സപ്പിൽ കിടക്കുന്നുണ്ട് 2 വീട്ടിൽ കള്ളന്മാര് കയറിയെന്ന്. അത് തന്നെ. അവന്മാരെ പറ്റിട്ട് എന്ത് വിവരം കിട്ടിയെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി പോയതാ, ഇതുവരെ വന്നിട്ടില്ല. കഴിക്കാൻ വല്ല വേണോ? കഴിക്കാൻ വേണം. എന്തിവിടെ കഴിക്കാണ്ടാക്കിയ? ഇവിടെ കോഴിക്കോട്ടെ ഇരിപ്പുണ്ട്. അവിടെ ചപ്പാത്തി. എന്നും ഈ ചപ്പാത്തി ഉണ്ടായത്, വല്ലപ്പോഴും നിങ്ങൾക്ക് ഭൂരി ഉണ്ടാക്കിക്കൂടെ? നല്ല പോറ്റി ഹോട്ടലിൽ കിട്ടുന്ന ബൾബ് പോലെ വീർത്ത ഭൂരി. നിർത്ത്. ബൾബിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഏട്ടൻ പ്രത്യേകം പറഞ്ഞ്, ഇതാ ഫ്രണ്ടിലത്തെ ബൾബ് പോയിട്ടുണ്ട്, ഫ്യൂസ് ആയിട്ടുണ്ട്, അച്ചാച്ചനോട് പറഞ്ഞിട്ട് ഒരു ബൾബ് വാങ്ങിച്ച് അവിടെ ഇടാൻ പറഞ്ഞു. കത്തണില്ലേ? അത് ഞാൻ മേടിച്ചോണ്ട് തരാം. പൈസ ഇപ്പൊ കഴിച്ചിട്ട് പോകും.
കഴിച്ചിട്ട് വേണ്ട, ഇപ്പൊ വാങ്ങിച്ചതാ. എനിക്കാണെ പോണം. എന്റെ പൊന്നു സുഹൃത്തെ, കഴിക്കാതെ മേളി വരെ നടന്നു വരുമ്പോൾ ക്ഷീണം ഉണ്ടാവും, തലകറക്കം മറിയും. നീ എവിടെ പോണു? എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് ചേച്ചി. ഞാൻ പൈസ എടുത്ത് അവിടെ പൈസ വെച്ചേക്കാം. എടുത്ത് വെച്ചോ. അല്ല അപ്പൊ നിനക്ക് മേടിച്ചാ പോരെ? ഞാൻ വരുമ്പോഴത്തേക്ക് താമസിക്കത്തില്ല. ഏട്ടൻ എന്നോട് പറഞ്ഞ പ്രത്യേകം ചെയ്യിക്കണമെന്ന് പറയും. ഇനിയിപ്പോ ചെയ്യിച്ചില്ലെങ്കിൽ എന്റെ കിട്ടുമോ? തന്നെ വരണം അങ്ങോട്ട്. അത്ര കറക്റ്റ് പൈസ എണ്ണി വെക്കല്ലേ. അത്രേ ഉള്ളു. ഒറ്റ പൈസ എടുത്തോളൂ എടാ. കോഴിക്കോട് അവള് പൈസ നീ വേഗം കഴിച്ചിട്ട് പോവാൻ നോക്ക്. അവിടെ ഇഡ്ഡലി പാത്രത്തിൽ മൂടി വെച്ചിട്ടുണ്ട്. ഓ, 2-3 എടുക്കാല്ലേ? ആ എടുക്ക്, ആവശ്യം പോലെ എടുക്ക്. അമ്മാ ഇത് വാ വാ. കഴിച്ചാലോ? ആ കഴിക്കണം. എന്നാ ഇച്ചിരി സാമ്പാർ. ഒരുപാട് കഷ്ണമൊന്നും ഇല്ല കേട്ടോ. ഇനി സാമ്പാറിൽ അതില്ല ഇതില്ല എന്ന് എന്നോട് പറയരുത്. മറ്റേ തക്കാളിയും 2 വെണ്ടയ്ക്കയും ക്യാരറ്റും ഉണ്ടായുള്ളൂ, അതിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലടി ഇതൊന്ന് കണ്ണാടിയുടെ കാര്യം എന്തൊക്കെ പറയുന്ന കേട്ടോ ഇവിടെ. ആ അത് ക്ലീറ്റോ കണ്ണട എടുക്കാൻ മറന്നുപോയി പോയപ്പോ. കണ്ണട എടുക്കാൻ ആരെങ്കിലും മറക്കോ അമ്മേ? എടി പല കാര്യങ്ങളല്ലേ ആണുങ്ങൾക്ക്, ചിലപ്പോൾ മറന്നെന്നിരിക്കുന്നു. അത് നമ്മൾ വേണ്ട എടുത്തോണ്ട് കൊടുക്കാനുള്ളത്. എങ്ങോട്ട്? പാർട്ടി ഓഫീസിന്റെ അവിടെയോ? അത് ഇങ്ങോട്ട് അങ്ങോട്ട് കയറിയപ്പോൾ നീ അതൊന്ന് ഓർമ്മിച്ച് കൊണ്ട് കൊടുക്കണ്ടായിരുന്നാ? പിന്നെ ഞാനും 100 കൂട്ടം കാര്യങ്ങളിൽ നിൽക്കണ. ക്ലീറ്റോന് വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. ഞാൻ പോട്ടെ, എനിക്ക് പണിയുണ്ടാ. ഇതെടുത്ത് വെച്ചേക്കോ അടുക്കളയിലോട്ട്. ഓ, ഞാൻ മറിക്കരുത്. ഇങ്ങോട്ട് ഇറക്കി വെച്ചേക്കാവേ. പോട്ട്. ആ അതെ അവൻ തന്നെയല്ലോ. നീ വന്നാ ഓ അമ്മ, വല്ലതും കഴിച്ചാ മക്കളെ? ഒന്നും കഴിച്ചില്ല അമ്മ. ചെന്നറിഞ്ഞേ എന്തായി പോയ കാര്യം എന്തായിടാ? പൊക്കി, രണ്ടെണ്ണത്തിനും പൊക്കി കയറ്റി. ആണോ? പിന്നെ വീട് ഭക്ഷണം മാത്രമല്ലടി, ഇല്ലാത്ത കയ്യിരിപ്പോഴൊന്നുമില്ല അമ്മേനല്ലേ. കഞ്ചാവിന്റെ പരിപാടികള്, മയക്കുമരുന്ന്, അത് ചപ്പ് ചവറ്, ബൈക്ക് മോഷണം, മാല പിടിച്ചു പറി, വീട് കുത്തി തുറപ്പ്, എല്ലാം ഉണ്ട് പരിപാടികൾ. എന്ത് ചെയ്യുമെന്ന് പറയാൻ 2 പയ്യന്മാര്. എന്തിന് ആ കൊച്ചുങ്ങളെ പറയണ്ട, തള്ളയും തന്തയും പറയണം. വളർത്തു ദോഷം. എന്താ അങ്ങനെ പറഞ്ഞത്? പിന്നെ അങ്ങനെയല്ല, അതിനെങ്ങനെയാ പറയണ്ടേ? അമ്മ ഒരുത്തന്റെ അമ്മ അവിടെ കരഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് അറിഞ്ഞൂടായിരുന്നു ഈ പിള്ളേരുടെ സ്വഭാവം ഇതാന്ന്. പഠിക്കാനെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങി പോകുന്നേ. ആ കൊള്ളല്ലേ മോഷണം? നല്ല പഠിത്തം തന്നെ. എന്താ ഒരു കണക്കിന് എന്ത് ചെയ്യുമല്ലേ. ഇപ്പൊ മുത്തിനെ പഠിക്കാൻ വിടുന്നു. ഇവള് നമ്മുടെ കണ്ണുവെട്ടത്തു നിന്ന് മാറി കൊച്ചുങ്ങൾ എന്തൊക്കെ കാണിക്കണെന്ന് നമ്മൾ എങ്ങനെ അറിയും? യുവമാരി മോട്ടിച്ച സാധനം കൊണ്ട് ട്രെയിനകത്ത് കയറി അവിടെ വെച്ചാണ് ബുക്ക് ചെയ്തത്. ഇത് ആരാടെ ഇങ്ങനെ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നത്? കേരള പോലീസ് എന്താ നിങ്ങളുടെ വിചാരം? അപ്പൊ നോക്കും, 2 പേരുടെ ഉണ്ട്. അവന്മാർ നേരത്തെ പോക്കളഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ കനക, വെറുതെ വിടരുത്. ഒരാളുടെ സാധനത്തിലോട്ട് നോക്കിയാ പോലും വേദന എന്താണെന്ന് അറിയാം. ഇടിച്ചവന്റെ ഒക്കെ പരിപ്പെടുക്കണം. പിന്നെ ഒരു വീട്ടിൽ കയറി കുത്തി തുറന്ന് അങ്ങോട്ട് ആളുകൾ കഷ്ടപ്പെടുണ്ടാകുന്ന അവസ്ഥകൾ ജീവിച്ചൂടെ? അതാ നീ വല്ലതും കഴിച്ചാ? ഇല്ല, അല്ല മക്കളൊന്നും കഴിച്ചില്ലല്ലോ. വാ വല്ലതും കഴിക്കും. വാ കഴിച്ചിട്ട് വേഗം ഉറങ്ങണം. ഒരു പോളൊക്കെ ഉറങ്ങിയിട്ടില്ല. എന്നാ വാ. ഈ ബൾബ് മാറ്റിയായിരുന്നാ? ഏയ് മാറ്റിയിട്ടില്ല. അവള് റൊണാൾഡിന്റെ പൈസ കൊടുത്തു വിട്ടിട്ടുണ്ട്. എന്നിട്ട് ബൾബ് മാറ്റാൻ അവൻ മാറ്റിയിടാന്ന് പറഞ്ഞു. നല്ല ആളാണ്. ഇതെന്താവും ദൈവത്തിനറിയാം. ഞാൻ പൊക്കോട്ടെ എന്നാ. മറിയരുത്. എന്തോ അറിയരുത്. സാമ്പാർ. ഇനി സാമ്പാറിന് കായുമില്ല മുളകില്ലാന്ന് എന്നോട് പറയരുത്. ഉള്ളത് എത്ര വർഷം മുമ്പ് മേടിച്ച 10 വർഷം മുമ്പ് മേടിച്ച ബൾബ് ഫ്യൂസ് ആയതിന് ബൾബിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്. കൊള്ള സാര പണിയൊക്കെ നമ്മൾ വന്ന് ടക്കനെ മാറും. ഈ ബൾബ് മാറാവുന്ന കാര്യം എന്തുവാണ് കേട്ടാ നീ ബൾബ് മാറുന്നത്? ചുമ്മാണ്. ലൈറ്റ് പോവും, ലൈറ്റ് വരും, ഫാൻ ഓൺ ആവും, ഓഫ് ആവും. എന്താണ് പരിപാടി? ഞാനിത് മാറും ലിലിപ്പണ്ട് പറഞ്ഞ് മാറാൻ പറഞ്ഞായിരുന്നു. ഇവിടെ അല്പം അങ്ങനെ ബോധമുണ്ട്. മനുഷ്യൻ അവിടെ കിടന്ന് ഉറങ്ങയല്ലേ? മച്ചമ്പിയുടെ പറത്തിലേട്ടാ. ഞാൻ മച്ചമ്പി ഒന്ന് ഉണർത്തിയ പോലെ ആണല്ലോ. ഇത് മാറി ടക്കന 5 മിനിറ്റ് വെച്ച് വരത്തില്ലേ? അതിനാണ് ഇത് വലിച്ചൂരിയത്. ആ എന്തിനാ ഫ്യൂസ് വരണ്ടേ? ഒരു ബൾബ് ഇടാനാ?
പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല മച്ചമ്പി, വല്ലപ്പോഴും KSEBയുടെ ഓഫീസിലൂടെ പോകണം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വൈദ്യുതപരമായി എന്ത് തകരാറ് പരിഹരിക്കുമ്പോഴും മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം, അല്ലെ ഫ്യൂസ് ഊരണം. ഉണരൂ ഉപഭോക്താവേ, ഉണരൂ. റെഡിയാക്കി തരാം. മച്ചമ്പിക്ക് ഉറങ്ങിയപ്പോരെ പുതിയ ബൾബ്. മച്ചമ്പി തന്നെ ആ കൈ കൊണ്ട് ഫ്യൂസ് ഒന്ന് നോക്കി. ഇത്ര വെട്ടം വേണം, അതൊരു കാറ്റ് കഴിഞ്ഞ് സുഖമായിട്ടോ. എനിക്ക് ഒരുപോലെ കണ്ണടയ്ക്കാതെ നേർന്ന് ഉറങ്ങണം. നമ്മുടെ അടുത്താണ് ഈ പല അവിടെ കത്തി ഇതാ സ്വിച്ച് ഓഫ് അല്ലേ? വരട്ടെ വരട്ടെ വരട്ടെ. എവിടെ ഇപ്പൊ ശരിയാക്കാം. എത്തുന്നില്ലല്ലേ? കണ്ടു നോക്ക്, പൊട്ടിയിരിക്കുകയാണ്. മുതല വായം പിളന്നോണ്ടിരിക്കുന്നുണ്ടോ പ്ലഗ്? താറ് കുഴപ്പമില്ല, കുഴപ്പമില്ല. എടാ ഒരു കാര്യം ചെയ്യും, നീ ഒരു കാര്യം ചെയ്യും, നീ ഇതൊന്നും ചെയ്യണ്ട, നീ വെച്ചിട്ട് പോ. മച്ചമ്മ ഇത് ലൂസ് കണക്ഷൻ. ഞാൻ നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ആളെ വിളിച്ചെങ്കിൽ ശരിയാക്കിക്കോളാം. പണി അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം. ഞാൻ ഇപ്പൊ കിടന്ന് ഉറങ്ങട്ടെ. അല്ല ഇത് ശരിയായില്ല ഇതുവരെ. തകച്ചേട്ടത്തി നോക്ക്, ദാണ്ട് ഈ ഹോൾഡർ മൊത്തം പൊട്ടിയിരിക്കുക. ഇതൊന്നും ലൂസ് കണക്ഷൻ ഒന്ന് ഊരി ഒന്ന് ക്ലീൻ ചെയ്ത് ടൈറ്റ് ചെയ്താൽ തീരാവുന്ന കാര്യമുള്ളൂ. ഞാൻ റെഡിയാക്കി തരാം. മച്ചമ്മ ഒരു കാര്യം ചെയ്യും, ഫ്യൂസ് ഒന്നുകൂടെ ഊര്, ഒന്നുകൂടെ ഊര്. ഞാൻ റെഡിയാക്കി. എനിക്ക് ഉറങ്ങണ്ടേ? അച്ഛൻ്റെ 5 മിനിറ്റ് അവൻ ചെയ്യട്ടെ. അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കാന്ന്. അറിയാവുന്നേ അത് വർത്താനം മച്ചമ്മി. കൊടങ്ങാളപ്പള്ളിയിൽ സകലമാന ലൈറ്റ് ഞാനാ ഇടുന്നത്. പള്ളിപ്പെരുന്നാളിന് വരെ ഞാൻ ലൈറ്റ് ഇട്ടുണ്ട്. ചോദിച്ചോ ലില്ലി പെണ്ണിന്റെ അടുത്ത്, ഞാൻ റെഡിയാക്കി തരാമെന്ന്. ഇത് പൊട്ടിയെങ്കിൽ വേറെ സാധനം മേടിക്കണ്ട. അല്ല ഇത് വെച്ചാൽ തൽക്കാലം ഇപ്പൊ കണ്ടിട്ട് ഞാൻ വർക്ക്ഷോപ്പിൽ നിന്ന് വരുമ്പോഴത്തെ റെഡിയാകും. മച്ചമ്പി കിടന്നോ ധൈര്യമായിട്ട്. ഇപ്പൊ തൽക്കാലം ഒന്നും ഊര് മച്ചമ്പി. ഇതൊക്കെ ഞാൻ ഇവിടെ മഴയല്ലേ ഉള്ളത്, നീ പോയി എന്തിനും പോകാനായിട്ട് നിൽക്കുമ്പോഴേ അല്ലെങ്കിൽ നീ നിക്കടാ. എന്റെ കുഴപ്പമല്ല. ഫീസ് വലിച്ച് ഊരി എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് പോവോ? തക്കതായ കാരണം. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാനും കാണിച്ചേടാ. ഞാൻ ഓക്കെ, 2 പേര് നോക്ക്. കണ്ടോ എലി കരണ്ടി അത് വിട്ടുമാറി ഇരിക്കുന്നുണ്ടോ? ഇതാണ് കാര്യം. നോക്കിട്ട് ഫീസ് ഊരിട്ടുണ്ടല്ലോ. അവനറിയാതൊക്കെ കണക്ട് ചെയ്തിട്ടേ. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് അവിടെ വന്നത് ശരിയാക്കണേടാ. എടാ അത് മറ്റേ ഇതൊക്കെ വേണം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇൻസുലേഷൻ ടേപ്പൊക്കെ വെച്ച് ചെയ്തില്ലെങ്കിൽ ഇത് ഇപ്പൊ ഇല്ല കുഴപ്പമില്ല. മീറ്റർ ബോർഡിനകത്ത് പേപ്പറൊക്കെ മറ്റേ അവിടെ നിന്ന് മേടിച്ചിട്ട് വന്നിട്ട് ഇപ്പൊ തൽക്കാലം നിനക്ക് കിടന്ന് ഉറങ്ങണ്ടേ? കറണ്ട് വേണ്ടേ? ഇൻസുലേഷൻ ആ ഒറ്റ അഴിച്ചിനെ പോടുന്നു. എലി കരണ്ടി ആവച്ചപ്പി അത്. ഇനി ആ ഫ്യൂസ് എടുത്ത് കത്തിച്ച കുത്തോ. കുത്തട കുത്ത്. ഒന്തപ്പത്ര നോക്കാൻ വോൾട്ടേജ് ഹൈ അടിക്കും. സൂപ്പർ വട്ടം കൊണ്ട്. അയ്യോ മിന്നിയായിരുന്നു. എടാ ഇതിനകത്ത് പുക വരുന്നു. മൊത്തം പോയി. അല്ല അത് ഞാൻ മലയാളത്തിൽ എടുത്ത് പറഞ്ഞായിരുന്ന ഞാൻ കിടന്ന് ഉറങ്ങിക്കൊണ്ടത്. ഞാനേ ഇത് മൊത്തം കറി തളിച്ചിട്ടില്ല. ഞാനിപ്പോ വരാം. ഞാൻ വർക്ക്ഷോപ്പിൽ നിന്ന് വിളിച്ചായിരുന്നു. പണി വർക്ക്ഷോപ്പിൽ നിന്നേ ഒരാള് വണ്ടി ശരിയാക്കാൻ കൊണ്ടുവന്ന അവിടെ ഇരിക്കുന്നത്. വണ്ടി ശരിയാക്കുന്ന ആളല്ലോ നീ, ഇലക്ട്രീഷ്യൻ അല്ലേ? നിനക്ക് പണിയുണ്ട്, നിനക്ക് പണിയുണ്ട്. അല്ലാതെ വർക്ക്ഷോപ്പിൽ ഇതെന്താ ഇവിടെ? നിങ്ങൾ കിട്ടിയൊരു മഴ പെയ്ത് ഇത്രയും തണുപ്പുണ്ടായാലും ഫാനില്ലാതെ ഉറങ്ങാൻ പറ്റത്തില്ല. പറ്റത്തില്ല. എന്താ കാര്യം? ശിക്ഷ. ആർക്ക്? പോയപ്പോ ഒരു ബൾബ് മാറ്റിയിടുന്ന പണി ഏൽപ്പിച്ചിട്ട് പോയില്ലായിരുന്നു. മാറ്റിയിട്ടില്ലേ? മാറ്റിയിട്ടു. ഫ്യൂസ് അടിച്ചു പോയി. ആരുടെ? വീടില്ല. എന്നാ പിന്നെ കെട്ടിയാ പോരായിരുന്നാ? വീണ്ടും കെട്ടിയിട്ട് എന്നിട്ട് താഴത്തെ വരെ വീട്ടിൽ പോയത് അങ്കഞ്ചേട്ടത്തി പറയുന്നത്. അയ്യോ ഫ്യൂസ കൈകൊണ്ട് തൊട്ട വെട്ടുമെന്ന് പറഞ്ഞ് വീശാൻ പറഞ്ഞു. അതിന്റെ ശിക്ഷയാണോ? എന്നാ നടക്കട്ടെ. ഇച്ചിരി നേരം ഒന്നും വീശിയത് എന്റെ കെട്ടിയൊന്നല്ലേ. ആണോ? തനിയെ ഒപ്പിച്ച് വെച്ചല്ലേ, അങ്ങ് വീശിയാ മതി കേട്ടാ. പാവാ.